നമ്മളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. But we should have the mind of Christ. എന്താണ് ക്രിസ്തുവിന്റെ മൈൻഡ്? What is the mind of Christ? വീണ്ടെടുപ്പിനെ കുറിച്ച് സ്വർഗ്ഗത്തിൽ ഒരു കൗൺസിൽ കൂടി. There was a council in heaven to plan redemption. എങ്ങനെ വീണ്ടെടുക്കും? How do we redeem man? ആ കൗൺസിൽ തീരുമാനിച്ചു. And the council agreed. മാനവരാശിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി ഒരാൾ മരിക്കേണ്ടതുണ്ട്. And they decided that there has to be a man who should die for the redemption of mankind. ആ മരണം ആരേറ്റെടുക്കാൻ പറ്റുമോ? And whoever endures that price, അവന് മാത്രമേ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. only the one who pays the price of death can redeem his family. സകല പ്ലാനുകളും വെളിപ്പെട്ടു. And every plan was revealed. Number 1, മനുഷ്യനാകണം. He has to be a man. Number 2, അവിടെ ചെല്ലുമ്പോൾ സകല പ്രതികൂലങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. He should endure every trial when you reach down there. Number 3, നീ മരിക്കേണ്ടത് ആവശ്യമാണ്. And you should pay a price of death. മരിക്കുന്നത് ഉറക്കത്തിൽ കിടന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയല്ല. The death was not a heart attack death. അന്നത്തെ ഏറ്റവും ക്രൂര മരണം. And the most cruel murder. അത് ക്രൂശീകരണമാണ്. And that was a death on the cross. അത് ഏറ്റെടുക്കണം. And he had to endure that. സ്വർഗ്ഗമെല്ലാം മൗനമായി. And everyone in heaven was silent. ഇതുപോലെ. Just like this. Hallelujah. എല്ലാവരും മൗനമായി. Everyone was silent. നിന്നെ പടയാളികൾ അടിക്കും. And the soldiers will whip you. ദൂതന്മാർ പറഞ്ഞു യേശുവിനെ അടിക്കുമെന്നോ? The angels asking, oh, even Jesus will get beaten. നിങ്ങൾക്കറിയാമോ യേശു ഒരിക്കൽ പറഞ്ഞൊരു കാര്യം? Do you remember what Jesus said? ഞാനൊന്ന് ഞൊടിച്ചാൽ 72,000 ദൂതന്മാർ ഇപ്പോ ഇവിടെ ഇറങ്ങും. In a twinkling of an eye, I can call 72,000 angels right now, right here. ഒരു ദൂതൻ ഇറങ്ങിയപ്പോ, just when one angel came down, 1,35,000 പേര് ഒറ്റയടിക്ക് ചത്തു. 1,85,000 died in one slaughter. അതേപോലെ 72,000 ഇറങ്ങിയാൽ അവന്മാരുടെ കാര്യം പോക്കാ. Then 72,000 of the same kind, if it comes, everyone will be wiped out. പക്ഷേ മരിച്ചേ പറ്റുള്ളൂ. But someone has to pay the price of death. ഹെവൻ എല്ലാം സൈലന്റ് ആയി. And heaven was silent. പക്ഷേ യേശു പറഞ്ഞു, but Jesus said, എൻ്റെ നിങ്ങളുടെ മുഖം കണ്ടിട്ട്, because he remembered our faces, അവൻ നമ്മളെ ഓർത്തിട്ട്, he remembered us, അവൻ പറഞ്ഞു, he said, എനിക്ക് മനസ്സുണ്ട്, I have a heart to I am willing to pay the price, എനിക്ക് മനസ്സുണ്ട്, I am willing to pay the price, ഞാൻ റെഡിയാണ്. I am ready. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Have you ever thought? ശിഷ്യന്മാരെല്ലാം കൂടെ ഓടിപ്പോയി. And all the disciples left him and went. യേശുവിനെ അവർ പിടിച്ചു. And they got a hold of Jesus. പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുക. And he was brought before Pilate. ആ പോകുന്ന യാത്രയിൽ, and on that journey to Pilate, യേശു എപ്പോഴെങ്കിലും ചിന്തിച്ചോ? and did ever Jesus think, അയ്യോ ഇനിയിപ്പോ എന്തുവായിരിക്കും? what's going to happen now? അവിടെ ചെല്ലുമ്പോൾ എന്തുവായിരിക്കും? If I stand before Pilate, what am I going to do? എന്നെ അടിക്കുമായിരിക്കുമല്ലേ? They might slap me. യേശു അങ്ങനെ ചിന്തിച്ചോ? Did he think like that? അയ്യോ ആര് രക്ഷിക്കും? Who will save me? പത്രോസും യോഹന്നാനും ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയെങ്കിലും, Peter, James and John ran away. നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. There is a truth behind that. Acts 2:23 പറയുന്നു. Acts chapter 2 and verse 23 says. അപ്പോസ്തല പ്രവൃത്തി 2:23 പറയുന്നു. Acts 2:23 says. ഓ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. Jesus was surrendered because by the foreknowledge of God to execute his counsel. 2000 വർഷങ്ങൾക്ക് മുമ്പേ, 2000 years ago, അവർ യേശുവിനെ പിടിച്ചപ്പോൾ, when they held Jesus, അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് ഇറക്കി നിർത്തിയപ്പോൾ, when they were stood him before Pilate, അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ, when he was whipped, ജനമെല്ലാം പേടിച്ചു പോയെങ്കിലും everyone was afraid. സംവിധാനം ചെയ്ത ദൈവം അവിടെ നിന്നുകൊണ്ട് ചിരിച്ചു. Director God began to laugh at them. അവൻ അറിയാമായിരുന്നു അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്ന്. He knows what's going to happen next. അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. He knew what was going to happen next. Come on. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും അവനെ ഏൽപ്പിച്ചു. God by his foreknowledge and predetermined plan surrendered Jesus to them. എന്ന് വെച്ചാ, which means നീ മെനക്കെട്ട് ബലം പ്രയോഗിച്ച് പിടിച്ചതല്ലടാ. it is not the soldiers who grabbed him. It is not that. അവിടുന്ന് ഏൽപ്പിച്ചത് കൊണ്ടാ നീ പിടിച്ചേ. God surrendered him and that's why you caught him. Hallelujah. Come on somebody. അപ്പോഴാ പീലാത്തോസ് പറയുന്നേ, and that's when Pilate says, എനിക്ക് നിന്നെ വെറുതെ വിടാനുള്ള അധികാരം ഉണ്ടെന്ന് I നിനക്കറിയാമോ? have the authority to set you free.
അതുവരെ തല കുനിച്ചു നിന്ന് And Jesus, who had his head down, യേശു തല ഉയർത്തിയിട്ട് പറഞ്ഞു, he looked at Pilate and said, മുകളിൽ നിന്ന് ഒരധികാരം കിട്ടാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. it is because you have authority from heaven. That's why you are doing what you're doing. നീ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധി, Whatever you are going through right now, നിനക്ക് ടെൻഷനാണ്. you are worried about it. എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയില്ല. You are worried about what's going to happen. എന്നാൽ നിനക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ച ദൈവം, But there is a God who has pre-planned all things. അത് എഴുതി വെച്ചിട്ടുണ്ട്. It is written. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. All things work together for the good of those who love God. Hallelujah. വീണ്ടെടുപ്പുകാരന് മനസ്സ് വേണം. The Redeemer should have a mind to serve. കാലിത്തൊഴുത്തി കിടക്കാൻ, And to lie down in that manger. 30 വയസ്സ് വരെ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെടാൻ, 30 years he was submitted to his father and mother. യോഹന്നാന്റെ കൈക്കീഴിൽ കുനിഞ്ഞു നിന്ന് സ്നാനം ഏറ്റെടുക്കാൻ. He should be humble enough to receive the baptism from John the Baptist. ഞാൻ ആരാന്നറിയാമോ? Do you know who I am? ഞാൻ സകലത്തെ സൃഷ്ടിച്ചവനാണ്. Do you know I created the entire universe? നീ മുട്ടുമടക്കടാ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. John the Baptist, I should baptize you. No, He didn't അവൻ say- സ്നാനപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു. He submitted himself to the righteousness of എന്നാ God. കാരണം? What is the reason? അവന് മനസ്സുണ്ട്. Because he had a mind to അവന് serve. മനസ്സുണ്ട്. He had a mind to serve. നിങ്ങൾക്കറിയാമോ, Do you know? പടയാളികൾ വളഞ്ഞിട്ട് പിടിച്ചു. And they surrounded him and they caught him. അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. They spat on his face. തുപ്പി. Tupi. ദൂതന്മാർ ആരാധിച്ചവൻ, The one who was worshipped by angels. അതിനായിരങ്ങളിൽ സുന്ദരൻ, And the beautiful among അവന്റെ 10,000. താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു. And they plucked out his beard. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി. And there was blood flowing out from his body. അത് സഹിക്കുമ്പോഴും And when he was enduring that, അവിടുന്ന് ഹൃദയത്തിൽ പറഞ്ഞു, he said in his heart, എനിക്ക് മനസ്സുണ്ട്, I have still a heart to എനിക്ക് serve. മനസ്സുണ്ട്. I have a heart to ഇന്ന് serve. പകൽ ഈ വചനം കേൾക്കുന്നവരോട് പറയാം, This morning, if you are നിന്നെ listening, വിടുവിക്കാൻ അവന് മനസ്സുണ്ട്. he has a mind to redeem you. നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവന് മനസ്സുണ്ട്. He wants to deliver you. ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും തകർന്നു പോകില്ല. Not one person here will be destroyed. നീ തകർന്നു പോകില്ല. You will not be destroyed. അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, Come on, say that with me. തന്റെ ഏകജാതനായ പുത്രനിൽ Amen. വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ Pastor, wait. എന്റെ വീട്ടുകാർ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, എന്റെ അയൽവക്കക്കാർ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, എന്റെ കുടുംബക്കാർ എനിക്കെതിരെ ഭയങ്കര ഫൈറ്റിംഗ്. ഞാൻ നശിച്ചു പോകുമോ? ഇല്ല. കാരണം എന്നാ? ആരും നശിച്ചു പോകരുതെന്ന്. പാസ്റ്റർ ഇങ്ങോട്ട് വന്നപ്പോഴും ജപ്തിയുടെ പേപ്പർ കണ്ട് പേടിച്ചാ ഞാൻ വന്നേ. When I came here, the confiscation papers came on one. എന്റെ വീട്ടിൽ അത് ഇരിപ്പുണ്ട്. It is in my house now. എന്റെ തലമുറയുടെ ഭാവി എന്താണെന്ന് എനിക്കറിയില്ല. I am not sure about the future of my family. ഒരു കാര്യം നിന്നോട് പറയാം, But let me prophesy to you. നിന്റെ സ്ക്രിപ്റ്റ് മുഴുവനും എഴുതി ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The Lord has already written your script and He said amen. It is finished already. നിന്റെ സ്ക്രിപ്റ്റ് മുഴുവനും എഴുതി ഫിനിഷ് ചെയ്തിട്ടാണ് നിന്റെ അപ്പനെയും അമ്മയെയും ഒരുമിച്ച് കൂട്ടിയതും അമ്മയുടെ ഉദരത്തിൽ നീ ജനിച്ചതും നീ പുറത്തു വന്നതോ.